ഹലോ ഗൈസ്, ട്രക്കിങ്ങിന് പോവുകയാണ്. അതുജ്വലമായ കയറ്റം. അതാ അടിയിന്നെടുത്ത് കാണിച്ചു കൊടുക്കാനാണ് അഖില് പറയണത്. ഒടുക്കത്ത കയറ്റത്തിലേക്കാ ഗൈസ് നമ്മൾ പോണത്. കാറ്റടിച്ചടിച്ച് പുല്ലുകൾ ചെരിഞ്ഞേക്കാണ് ഗൈസ്. ഗൈസ്, മലമുകള്, ആകാശം, മലമുകളും ആകാശവും. നമ്മൾ പോകുകയാണ് ഗൈസ് ഗ്രീൻബർഗിന്റെ അതിജ്വലമായ ട്രക്കിങ്ങിലേക്ക്. ഗൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബേഴ്സിന്റെ കൂടെ ഒരാളുണ്ടോ? ഇവൻ അയാളല്ല, ഇവൻ എന്റെ കോളീഗ്. ഗൈസ്, ഇന്നലത്തെ ക്യാമ്പ് ഫയർ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. മറ്റൊരു വളരെ അത്യാവശ്യമുള്ള ഘട്ടം കൊണ്ട് ഒന്ന് കൊച്ചി വരെ പോകേണ്ടി വന്നു. അഖിൽ ട്രക്കിങ്ങിന്റെ ആവേശത്തിലാണ് ഗൈസ്. അവൻ ചാടി ചാടി പോകുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മലമുകളിലെ കാഴ്ചകൾ തന്നെയാണ് അവനും ആഗ്രഹിക്കുന്നത്. അതാ ഗ്രീൻസ്ബർഗിന്റെ അതിസുന്ദരമായ ട്രക്കിംഗ് പാതകൾ. വ്യൂ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ. അഖിലിന്റെ വീട് എവിടെയാ അഖിൽ? എടപ്പള്ളിയിലാണ് അഖിലിന്റെ വീട്. എൻ്റെ വീട് പട്ടിമരുത്താണ്. നമ്മൾ ഓക്കെയാണ് ഗൈസ്. നമ്മൾ ചെറിയ ഒരു കയറ്റത്തിൽ എത്തിയപ്പോൾ എടുത്തൊരു വ്യൂ ആണ്. അതാ പാതയോരങ്ങളെല്ലാം വെള്ളമൊലിച്ചും കല്ലൊലിച്ചും പോയേക്കാണ് ഗൈസ്. നമുക്കിവിടെ നിന്ന് കേൾക്കാൻ പറ്റും ആ പുല്ല് വെട്ടുന്ന ഒച്ച കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇത് പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അതാ ഗ്രീൻസ്ബർഗിന്റെ ആ വ്യൂ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ആ പറഞ്ഞ 5 മിനിറ്റ് റൈഡ്. ഏത് മൂഡ്. വെള്ളം വന്ന വഴികൾ. അതാ നമ്മുടെ അടുത്ത ബാച്ച്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഗൈസ് ഒറ്റയ്ക്ക് ആരും സഞ്ചരിക്കാത്ത വഴിയിലുള്ള HR മുട്ടം വ്യൂ. ആ മറ്റേ ഒറ്റ വാക്ക്. ഓ സൂപ്പർ, ഫാന്റാസ്റ്റിക്. നടക്കൂടാ, എല്ലാം നടക്കൂല. വരല്ലേ സാറേ, യൂട്യൂബിലേക്ക് കയറണ വന്നിട്ട് നമുക്ക് റവന്യൂന്റെ അതിലേക്ക് ചിന്തിക്കണം. ഞാൻ ഓഫീസിൽ കിട്ടാൻ പോകണല്ല, അല്ല തിരിച്ചു വിളിക്കണല്ലേ സാറേ. പക്ഷെ രാവിലെ ഇങ്ങനെ തമാശക്കില്ലേ, ഭയങ്കര കാറ്റാട്ടോ. ഒന്നും പറയാനില്ല ഫീലിനെ കുറിച്ച്. നല്ല അടിപ്പം കാറ്റ്. എന്തായി ഏത് മൂഡ്. രാത്രി തിരിച്ചു ഇങ്ങോട്ടാണ് ആംബുലൻസിൽ ഓ അഖിലേ പേര് ചോദിച്ചോ? അന്ന് അഖിലിന് എഴുതിയുണ്ടോ? യൂട്യൂബ് വളരാൻ വേണ്ടിട്ടാ. വിഷ്ണു എന്താണ് പറയാനുള്ളത്? ചാടി ചാടി പറ. എന്ത് എന്ത് കൊക്കയിലേക്ക് പോലെ നമ്മൾ എത്തിയേക്കണ്. എല്ലാം എടുത്തുണ്ടാക്കില്ലേ, പക്ഷെ യൂട്യൂബിൽ ഇടുന്ന മാത്രം. മൂലമറ്റം പവർ ഹൗസ്. അവിടെ പുഞ്ചിയുടെ ഭാഗമാണ് ആ സൈഡ് അറ്റത്ത്. ഈ താഴെ ആ പുഞ്ചിയുടെ കാണുന്ന സംഭവമില്ലേ ഇത്? ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? ഇവിടെ ഇപ്പൊ എത്ര ആളെ?
7 വർഷമല്ലേ. അപ്പൊ ഇവിടുത്തെ വേറെ എവിടേക്ക് കയറാണ്ട് മുകളിൽ ഇതുപോലെ ട്രക്കിംഗ് ആയിട്ട് ഇതന്നെ ഉള്ളൂ. ഇതാണ് അപ്പൊ ഏറ്റവും രസകരമായ സ്ഥലം. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്റെ വേണം.